റോഡ് വികസനം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പാക്കും. 31 പദ്ധതികളും പ്രഖ്യാപിച്ചു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, റോഡ് വികസനം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എത്രത്തോളം ആശാവഹമാണ്? കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി അത് വികസന പദ്ധതികളിലൂടെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള റോഡ് വികസനം അടക്കമുള്ള പദ്ധതികൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പറയുന്നത്. അതിൽ 50,000 കോടിയുടെ പദ്ധതികൾ അടിയന്തരമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. അതിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാത അത് 4 വരിയാക്കലിന് വേണ്ടി 10,814 കോടി രൂപയാണ് അനുവദിക്കുന്നത്. അത് 3 മാസത്തിനകം തന്നെ പദ്ധതികൾ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ വടക്കൻ കേരളത്തിലെ വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ദേശീയപാത 544 അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കലിന് വേണ്ടി 6,500 കോടി രൂപയും ചിലവഴിക്കും. 6 മാസത്തിനകം ഈ പദ്ധതിയും ആരംഭിക്കും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് അത് 62.7 കിലോമീറ്റർ ദൂരമുള്ളതാണ്. ഇതിന് 5,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതും 4-5 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോർ കൂടിയായിരിക്കും ഈ പാതയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ റോഡ് പദ്ധതിക്കായി 300 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ജില്ലയിൽ 38.6 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇത് 5 മാസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും കേരളത്തിൽ നിക്ഷേപം നടത്താൻ കേന്ദ്രത്തിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ വികസന സങ്കല്പങ്ങൾക്ക് ആ സ്വപ്നങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതിൽ 50,000 കോടിയുടെ പദ്ധതികളാണ് അടിയന്തരമായി തന്നെ നടപ്പാക്കുന്നത്. തൊട്ടു പിന്നാലെ ബാക്കി 2.5 ലക്ഷം കോടിയുടെ പദ്ധതിയും നടപ്പാക്കുമ്പോൾ അത് കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യം നമുക്ക് എടുത്തു പറയാവുന്നതാണ്. എന്തുതന്നെയായാലും വലിയ പ്രതീക്ഷ നൽകുന്നതും വളരെ ആശാവഹവും എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെയും LDFന്റെയും എല്ലാ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നത് കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങൾ. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.